ചെയ്യാൻ സമ്മതിക്കില്ല. പാറയുടെ അടിയിൽ കൂടെ പോകുന്നതുകൊണ്ട് ബോഡി കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത് കേരളത്തിലെ തെരച്ചിലില്ലാത്ത സ്ഥലം എന്ന് പറയുന്നത് കാരണം അതാണ്. ഓക്കെ, അടിയന്തരാവസ്ഥക്കകത്ത് സഖാവ് രാജപുരം കേസിട്ടുണ്ടോ? കക്കയും പോലീസ് ക്യാമ്പിലെ ചുരുട്ടിക്ക് വന്നിട്ട് നിങ്ങൾ നിൽക്കുന്ന പാറയിട്ട് ബോഡി കത്തിച്ചിട്ട് കാട്ടിട്ടെന്നാ പറയപ്പെടുന്നത്. എവിടെയിട്ടാ കത്തിച്ച്? നിങ്ങൾ നിൽക്കുന്ന പാറ ഇവിടെ 2015 പ്രളയം വന്നപ്പോഴാണ് തൂക്കുപാലം. ഈ തൂക്കുപാലത്തിന് മുകളിൽ കൂടിയാണ് വെള്ളം, പാലം മൂടി വെള്ളമായിരുന്നു. അങ്ങനെ പൊളിഞ്ഞു പോയതാണ് തൂക്കുപാലം. നമ്മൾ വരുമ്പോൾ ഡാമിൽ വെള്ളം കിടക്കുന്നുണ്ടില്ലേ? ഇത് വയനാട്ടിലെ വാണാസുര ഡാം പോയിട്ടുണ്ട്. അവിടുന്ന് തുരങ്കത്തിൽ കൂടെ വെള്ളം കൊണ്ടുവന്ന് കക്കയം ഡാമിലേക്ക് എത്തിക്കുന്നു. ഇവിടുന്ന് 2 പൈപ്പ് ലൈൻ വഴി കക്കയം പാർട്ടേഷനിലേക്ക് കൊണ്ടുപോകും. നിങ്ങളൊരു മലയിൽ കൂടി പൈപ്പ് പോകുന്നതാണ് കണ്ടില്ലേ? കക്കയം പാർട്ടേഷനിൽ വെള്ളം എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് കറണ്ട് എടുത്തു കഴിഞ്ഞിട്ട് വെള്ളം വന്ന് പെരുവണ്ണ വഴി കുറ്റിയാടി ഡാമിലേക്ക് അയക്കുക. അവിടെ വെള്ളം എത്തിക്കഴിഞ്ഞാൽ വേനൽക്കാലത്ത് കൃഷിക്ക് ആവശ്യമായിട്ട് കനാല് വഴി തുറന്നു കൊടുക്കും. മഴക്കാലത്ത് മാത്രം കറണ്ട് എടുക്കാൻ ഉപയോഗിക്കുന്നു. അല്ലാതെ ഫുൾ ടൈമായിട്ട് ജപ്പാൻ കുടിവെള്ളപ്പത്തിൻ്റെ ഭാഗമായിട്ട് കുടിവെള്ളമായിട്ട് കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തേക്കും പോകുന്നു. ഇവിടെ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമാണ്. ഇവിടെ ആന, കാട്ടുപോത്ത്, പുലി, കടുവ എല്ലാ മൃഗങ്ങളുണ്ട്. അതുകൊണ്ടാണ് വിനോദസഞ്ചാരികൾക്ക് 5 മണി വരെ ഇങ്ങോട്ടേക്ക് പ്രവേശനമുള്ളൂ എന്ന് പറയുന്നത്. ഇത് സ്വർഗവും നരകവും എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. ഇവിടെ നിൽക്കുമ്പോൾ നല്ല സുഖമൊക്കെയാണെങ്കിലും താഴ്ത്തു പോയാൽ അത്ര സുഖമൊന്നും ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഓർക്കുക, ഓരോ ജീവനും ബലപ്പെട്ടതാണ്. പ്രകൃതി സൗന്ദര്യം നിങ്ങൾ ആസ്വദിച്ച് കാണുക. സാഹസികത വേണോ? ഉറക്കെ പറഞ്ഞേ.